ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിൽ തന്നെ സദ്യക്കൊക്കെ കിട്ടുന്ന ടൈപ്പ് ഓലൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മൾ പയർ കുതിർത്തത് ഒരു അര ഗ്ലാസ് എടുത്ത് കുക്കറിലേക്ക് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് വേവുന്ന ടൈമിൽ നമുക്ക് കുമ്പളങ്ങ എടുക്കാം. കുമ്പളങ്ങ നന്നായി ഉള്ളിലത്തെ ആ കുരുവൊക്കെ കളഞ്ഞ് തൊണ്ടൊക്കെ നന്നായി റിമൂവ് ചെയ്തിട്ട് അതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കുമ്പളങ്ങ എടുക്കാം. കാരണം അതിൻ്റെ കുരുവൊക്കെ പോയി വരുമ്പോൾ ഒരു 1/2 കിലോ കുമ്പളങ്ങയാണെങ്കിൽ ഒരു 250 ഗ്രാം 300 ഗ്രാമായിട്ട് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാൻ. അതിനുശേഷം നമ്മളിങ്ങനെ ചെറുതായി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. അതിലേക്ക് 1-2 പച്ചമുളക് എടുത്തിട്ട് നെടുകെ കീറിയിട്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. കാരണം വേറെ നമ്മൾ എക്സ്ട്രാ എരിവിനായിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഇത് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുമ്പളങ്ങ ഒന്ന് വെന്ത് കിട്ടുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം. നമ്മൾ എക്സ്ട്രാ പയറിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിൽ ആഡ് ചെയ്യാൻ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ കുമ്പളങ്ങയൊക്കെ ഒന്ന് വാടി നല്ല ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായി വെന്തിട്ടുണ്ടെന്ന്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പയറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 പാൽ എക്സ്ട്രാ വെവ്വേറെ ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ ഒരൊറ്റ പാലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി അതിലേക്കൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക, കാരണം അത് പിരിയാനായിട്ട് സാധ്യതയുണ്ട്. അവസാനമായിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു തണ്ട് വേപ്പിലും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് അതിലേക്ക് മുകളിലൂടെ വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുക, അടിപൊളിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്